Hello dear students and parents, welcome back to Test Europe EduNet. ഞാൻ ഡോക്ടർ ടി വർഗീസ്, ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ ലിത്വേനിയൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് 2027 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ലിത്വേനിയൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായ വളരെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള വിൽനിയസ് ആണ് ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ വിൽനിയസ് എയർപോർട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റിയായ KSU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ ബാച്ചിലേഴ്സിൻ്റെയും മാസ്റ്റേഴ്സിൻ്റെയും അഡ്മിഷൻസ് ഓൾറെഡി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 15, 2026 നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനുള്ള ഡെഡ്ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 3-4 മാസം സമയം എടുക്കും TRPക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ്, നമ്മൾ വർക്ക് ചെയ്തതും അവിടെയാണ്. എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ ഈ ഇൻടേക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അടുത്ത ഇൻടേക്ക് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അതിൽ BA ബിസിനസ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ മീഡിയ, ഫാഷൻ ബിസിനസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ബാച്ചിലർ പ്രോഗ്രാംസ്. 2 മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് ഓർഗനൈസേഷണൽ ഇന്നോവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, രണ്ടാമത്തേത് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്. അപ്പം ഈ ബാച്ചിലേഴ്സ് പ്രോഗ്രാംസിനും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിനും KSUവിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് നല്ല ചലഞ്ചിങ് ആണ്. നല്ല സ്റ്റുഡൻസ് ആണ്. അവിടെ ട്യൂഷൻ ഫീയും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണ്. അതും പോരാതെ വിൽനിയസ് സിറ്റിക്കകത്താണ് നമ്മുടെ, അതായത് എയർപോർട്ടിന് തൊട്ടടുത്താണ് ഈ KSU വരുന്നത്. അപ്പോൾ പല ഓപ്പർച്യൂണിറ്റീസ് കമ്പനികളിൽ ജോലി ചെയ്യാനായിട്ട്, പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനായിട്ടൊക്കെ സ്റ്റുഡൻസിന് സാധിക്കും. അപ്പോൾ വിൽനിയസിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും.